ഹലോ ഗായ്സ്, വെൽക്കം ടു സ്മൈൽസ് ആൻഡ് സ്റ്റോറീസ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിനടുത്താണ്. ക്യാമറാമാൻ അഞ്ജലിയോടൊപ്പം അക്ഷയ ആൻഡ് ബിനി ചേച്ചി. ഇന്ന് നമ്മൾ മൂന്നാളും കൂടി എങ്ങോട്ടാണ് പോണേന്നല്ലേ? നമ്മൾ മൂന്നാളും കൂടി ഒരാളെ കാണാൻ പോവാണ്. പെട്ടെന്ന് കിട്ടിയൊരു ലീവാണ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ലീവ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ആളെ കാണാൻ പോണ സമയത്തൊക്കെ നമ്മൾ നേരത്തെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യാറ്. പക്ഷെ അതൊന്നും നടക്കാറില്ല. അങ്ങനെ ലീവിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമുക്കങ്ങനെ സാധിക്കാറില്ല. പക്ഷെ ഇന്നിപ്പോൾ പെട്ടെന്ന് കിട്ടിയ ലീവിനെ കൊണ്ട് കുട്ടിപ്പട്ടാളത്തിനെയൊന്നും ഇതിൽ കൂട്ടാൻ പറ്റിയില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ എല്ലാ കുട്ടീസിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഇതാ ഫോക്കസ് മാളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാത്റൂമിൽ പോവുകയാണെന്ന്. അല്ല, ഇതാണ് ATM. ഇങ്ങനെയാണ് ഇവിടുത്തെ ATMന്റെ സെറ്റപ്പ് ഒക്കെ. അങ്ങനെ ബെഞ്ചേച്ചി ATM കയറി കാര്യമായിട്ട് എത്രയോ പൈസയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്നൊന്നും. അങ്ങനെ കലങ്കുഷിതമായ അതിൻ്റെ ഒരു ചർച്ചയാണ്. കുട്ടികളെ ഒന്നും കൂട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നേ. അതുകൊണ്ട് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പോകണമായിരുന്നു. പിന്നെ നമ്മൾ കലങ്കുഷിതമായ ചർച്ച ചെയ്തുകൊണ്ട് പുതിയ സ്റ്റാൻഡ് ഒന്ന് 2-3 വട്ടം ചുറ്റി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ RP മാളിലേക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് സിനിമ കാണുന്നു, പിന്നെ ഫുഡ് അടിക്കുന്നു, പിന്നെ ബീച്ചിൽ പോകുന്നു. അങ്ങനെ കുട്ടി കുട്ടി പ്ലാനൊക്കെ അപ്പോഴേക്കായിട്ടോ. അങ്ങനെ നമ്മളിതാ RP മാളിലേക്ക് പോവുകയാണ് ഗൈസ്. ഇതാണ് കോഴിക്കോട് RP മാൾ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കഥകളൊക്കെ പറഞ്ഞങ്ങനെ RP മാളിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. കഥ ഞാനൊരു കഥ പെങ്കിളിയാണ് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കും, നിങ്ങളൊക്കെ ഡെയിലി കാണുന്നവരല്ലേ, ഇതിന് മാത്രം എന്താ പറയാൻ? ഡെയിലി കാണുന്നവരൊക്കെ തന്നെ, പക്ഷെ എന്നാലും കഥകളൊന്നും പറഞ്ഞാലും തീരൂല. ഇവരോട് മാത്രമല്ല, കസിൻസൊക്കെ വീട്ടിൽ വന്നാലും നമ്മൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റാവും. കഥ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങൂല. അപ്പോൾ അതാ ഹായ് നോക്ക്, KFC 12 പീസിന് വെറും 499 രൂപ മാത്രം. വളരെ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളൊന്നും അങ്ങ് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാളൊക്കെ ഒന്ന് ഒരുപാട് നോക്കി. പിന്നെ പതുക്കെ എക്സലേറ്ററിൽ മേലോട്ട് പോയി. ഇതാണ് എസ്കലേറ്റർ. അതായത് ഈ പടി കയറി നിന്നാൽ മതി, മേലോട്ടെത്തും. ഉണങ്ങാത്ത മുടി അഴിച്ചിട്ട് ബസ് കയറി വന്നപ്പോൾ അതെ എൻ്റെ മുടീൻ്റെ കോലം നോക്ക്, ഇങ്ങനെ ചറപറ ആയിപ്പോയിട്ടോ. പിന്നെ നമ്മൾ കാണാൻ വരുന്ന ആൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലാണ്, ഇപ്പം എത്തുമെന്ന് പറഞ്ഞായിരുന്നേ. നമ്മുടെ കൂടെ വേറൊരാളും കൂടി വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം സാരംഗി. ഞാൻ എപ്പോഴും സാരംഗിൻ്റെ കൂടെയാണ് പുറത്ത് പോകാറ്. പക്ഷെ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ആൾക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഹായ് ഹനാൻഷ, ഹായ് അമ്മി, ബ്ലഷിംഗ്. ഹായ്, എൻ്റെ കൈ എവിടെ? ഹായ്. ഇതുണ്ട്, ഇവിടെ ഒന്നും കയറരുത്, നല്ല പൈസയാവും. നിങ്ങളിപ്പോൾ വിചാരിക്കും അഞ്ജലി വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അല്ല, ആൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ആളുടെ കൂടെ പോയാൽ നമുക്കൊരുപാട് ചിരിക്കാം. നമ്മുടെ ആൾ വരുന്നതിന് മുമ്പേ ഇനിയും ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഈ മാളൊക്കെ ഒന്ന് ചുറ്റിക്കാണാം കേട്ടോ. ഇതേ നോക്ക്, ആശീർവാദ സിനിപ്ലക്സ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫിലിം കാണാൻ പോണത്. ഏതാ ഫിലിം എന്നല്ലേ? പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ്റെ ഫിലിം അതിനെക്കൊണ്ട് കുറച്ചൊക്കെ കോമഡി പ്രതീക്ഷിക്കാം അല്ലേ? എജു വേൾഡ് ഇതാരുടെയാ? നിങ്ങൾക്ക് MBBS പഠിക്കണോ? ഇവിടെ വന്നാൽ മതി കേട്ടോ. നിങ്ങളെ ഡോക്ടറാക്കി കയറും. നിങ്ങൾ അകത്ത് കയറുമ്പോൾ സാധാരണക്കാരന്, പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഡോക്ടറാവും. സ്റ്റഡി അബ്രോഡ്. ജർമ്മനി പോണോ? ഇവിടെ വന്നാൽ മതി. 2ാമത്തെ നിലയിലേക്ക് പോവുകയാണ്. എസ്കലേറ്റർ ഫോബിയ അല്ല, എന്താ ഇതിന് പറയണേ? ഫോബിയ തന്നെയല്ലേ? അതന്നെ. ഒരു കുട്ടിയുടെ തള്ളയാണ് പോകുന്നത്. ഹായ്, നമ്മളങ്ങനെ 2ാമത്തെ നിലയിൽ എത്തിക്കുന്നു. ഹായ്, താഴോട്ട് നോക്ക്, ആ സ്റ്റെപ്പ് പോകുന്നത് കാണാൻ നല്ല രസമല്ലേ? വാവ്. നമ്മളാൾ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മാൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പോയി ഇതാ ഇവിടെ ഫിലിം ആശീർവാദ് സിനിപ്ലക്സ് ഇവിടെ എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇതാ ഒരുപാട് ഫിലിമിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഫൈനലി വി ആർ ഹിയർ ഗൈസ്. ഇന്ന് ഇന്നസെൻ്റ് ഉണ്ട്. പിന്നെ ഇതേതാ? ഇത് പൊട്ടിയ പടാന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഇതുവരെ തീർന്നില്ലേ? നമ്മൾ കാണാൻ പോകുന്നതാണ് ഇത്. ആദ്യം തന്നെ യോ. ഇതാണ് കേട്ടോ എൻ്റെ ബിൻചേച്ചി, എൻ്റെ സ്വന്തം ബിൻചേച്ചി മുത്താണ്.
ഇതാണ് അലറുന്നവൻ. വാ, അപ്പം നിങ്ങളെല്ലാവരും കാന്താര ഫിലിം കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാന്താര. ആ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിനോട് എനിക്ക് ഭയങ്കര ആരാധന തോന്നിയത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അയാളുടെ പാഷനാണ് സിനിമ, അയാളുടെ ഹാർഡ് വർക്ക്, അതിന് മാത്രം ഔട്ട്പുട്ട് അതിൽ നമുക്ക് കാണാനുണ്ട് അല്ലേ. ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം കാന്താരയാണ്. കണ്ടിട്ടും ഇനിയും കാണാൻ എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയാളുടെ അഭിനയം. അയാളൊരു അത്ഭുത മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വർണ്ണിച്ചാലും മതിയാവില്ല, വർണ്ണിക്കാൻ ഞാൻ ആളുമല്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അഞ്ജലി. കണ്ടോ, ഇനി അഞ്ജലീൻ്റെ മുഖം കണ്ടില്ല എന്ന് ആരും പറയരുത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ 3 പേർക്കുള്ള ഐസ്ക്രീമൊക്കെ സെലക്ട് ചെയ്തു. 3ഉം ഒരേപോലത്തതാണെന്നാണ് വിചാരിച്ചത്. നോക്ക്, അവളുടെ മാത്രം ചോക്ലേറ്റ് കട്ട. അതെങ്ങനെ ശരിയാവും? സംഭവം ഞങ്ങൾ ഒരേ കളറിൽ നോക്കി, ശരിക്കും അത് വേറെ ആയിരുന്നു. 5 മിനിറ്റ് കൊണ്ട് അത് കാര്യമാക്കി. പിന്നെയും കഥ പറിച്ചു. നോക്ക്, നമ്മുടെ ആള് വന്നു ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം നിമിഷത്ത. ഈ ആളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ. ആൾ ഗൾഫിലായിരുന്നു, ഇപ്പം ലീവിന് വന്നാണ്. നമ്മളെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു മീറ്റപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളെല്ലാ മക്കൾസിനെയും കൂട്ടിയിട്ട് വന്നായിരുന്നു. ഇപ്രാവശ്യം മക്കളിനൊന്നും കൂട്ടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഒരുമിച്ച് ഒരു ഡേ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യണ്ടേ. നമ്മളിതാ ടിക്കറ്റ് എടുത്ത് ഫിലിമിന് കയറുകയാണ്, പെറ്റ് ഡിറ്റക്റ്റീവ്. അതിനിടയിൽ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം കണ്ടതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും തീരാത്ത കഥകൾ അവിടെ ഉണ്ടാവുമല്ലോ. എൻ്റെ ലൈഫിലെ ഒരു സ്പെഷ്യൽ പേഴ്സണാണ് കേട്ടോ ദിൽഷത്ത. എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും എൻ്റെ കൂടെയുള്ള ഒരാളാണ്. എനിക്കെന്തെങ്കിലും വിഷമം വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരുന്ന മുഖം എന്ന് പറഞ്ഞാൽ ദിൽഷത്തേൻ്റെ മുഖമാണ്. ചായാനൊരു തോള് എന്നൊക്കെ പറയില്ലേ, ആ ഒരു തോള് എനിക്കുണ്ടെന്ന് തോന്നുന്നത് ദിൽഷത്തുള്ളപ്പോഴാണ്. പക്ഷേ ആ തോളിനെ ഞാനിപ്പം വല്ലാതെ മിസ് ചെയ്യുന്നു. കാരണം എനിക്ക് ഗൾഫിലേക്ക് പറന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഫോൺ എടുത്തൊരു വിളി അങ്ങോട്ട് വിളിക്കും. എപ്പോഴായാലും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എൻ്റെ വിഷമം കേൾക്കുന്ന ഒരാളാണ് എൻ്റെ ദിൽഷത്ത. ലൈഫിൽ ഇങ്ങനെ ഒരാളുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഇത്രയും ക്യൂരിയസായി ചിന്തിക്കുന്ന വേറൊരാൾ എൻ്റെ ലൈഫിലില്ല. ഈവൻ എൻ്റെ അമ്മ പോലും, അതായത് ഫാമിലി പോലും ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടാവില്ല. ദിൽഷത്തയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ആദ്യം വിഷമവും ഇങ്ങനെ കാര്യങ്ങൾ ഭയങ്കര എൻ്റെ ഏറ്റവും വിഷമിച്ചൊരു സിറ്റുവേഷനിലൊക്കെ എന്നെ അതിൽ നിന്ന് ജീവിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ ദിൽഷത്ത ആണെന്ന് പറയാം കേട്ടോ. ദിൽഷത്ത മാത്രമല്ല, എനിക്ക് 1-2 ആളുകൾ അങ്ങനെ ഉണ്ട്. ആ കൂട്ടത്തിലൊരാളാണ് എൻ്റെ ദിൽഷത്ത. അപ്പോൾ ഞാൻ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡാണ്. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കേട്ടോ. സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര കഥ പറച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫാൻസിലേക്ക് കയറി. വാവ്, പൂക്കി ക്ലിപ്പ്, ഇതെനിക്ക് ഭയങ്കര ക്രേസാണ് ഗൈസ്. ഇതെവിടെ കണ്ടാലും ഞാൻ ഒന്നെങ്കിലും വാങ്ങും. അങ്ങനെ ഇതാ 35 റുപ്പീസേ ഇവിടുന്ന് വാങ്ങിയിട്ട് ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മാളാണെങ്കിൽ ഒരുപാട് റേറ്റ് ആവുന്നു. പിന്നെ നമ്മൾ മാല നോക്കി, കമ്മൽ നോക്കി, വള നോക്കി, അങ്ങനെ എല്ലാം വെറുതെ ഒന്ന് കണ്ടു. ആകെ ഞങ്ങൾ പൂക്കി ക്ലിപ്പ് മാത്രമേ മേടിച്ചായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ ദിൽഷത്ത് അവിടുന്ന് കുട്ടികൾക്ക് വേണ്ടി കുറേ ഹെയർ ബോസും അങ്ങനെയെല്ലാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ. പിന്നെ നോക്ക്, ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഒരു ജ്വല്ലറിയിൽ വന്ന ഫീലിങ്സ്. ജ്വല്ലറി എന്ന് പറയണ്ട, സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താ വില? ഇപ്പോൾ കുറച്ച് കുറഞ്ഞു അല്ലേ. നന്നായി, ഇനിയും കുറയായിരിക്കും. പിന്നെ നമ്മൾ ഈ ഷോപ്പൊക്കെ ഇതാ കണ്ടോ, നല്ല ഷോപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാൻ ബേബി മെമ്മോറിയൽസിൻ്റെ ബാക്കിലുള്ള നവമീസിലേക്കാണ് കേട്ടോ പോയത്. ദിൽഷത്തയും ബിനു ചേച്ചിയും ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്, അഞ്ജലി മീൽസ്, പിന്നെ ഞാൻ നമ്മുടെ സ്വന്തം ബിരിയാണി. എവിടെ പോയാലും ഞാൻ ഇതൊക്കെ കഴിക്കൂട്ടോ. ബിരിയാണി സിന്ദാബാദ്. ബിരിയാണി കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ. അങ്ങനെ ചട്ടിച്ചോറിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചത്, അച്ചാർ, പപ്പടം, പിന്നെ മീൻകറിയൊക്കെ കിട്ടിയായിരുന്നു. ഇവർക്ക് ചട്ടിച്ചോറ് ഫസ്റ്റ് കിട്ടി. ഞാൻ അഞ്ജലിയും എലേൻ്റെ മുന്നിൽ കാത്തിരിപ്പ്. എനിക്ക് പിന്നെ അച്ചാറും സാലഡും തന്നെങ്കിലും അവർ തന്നു. പാവം അഞ്ജലിക്ക് ഒന്നും കിട്ടിയില്ല, പാവം. കുറച്ച് കഴിഞ്ഞ് അവളുടെ മീൽസും വന്നു. പിന്നെ എൻ്റെ ബിരിയാണി വന്നു. എൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ഫുൾ ബിരിയാണി ഹാഫ് എന്ന് പറയാൻ എന്നോട് മറന്നുപോയി ഗൈസ്. അപ്പോൾ എനിക്കിതേ വന്നിരിക്കുന്നു ഒരു ഫുൾ ബിരിയാണി. ഞാനതിൻ്റെ മുന്നിൽ പകച്ചങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവരും തന്ന് സഹായിച്ചു. താങ്ക് യു. അല്ലെങ്കിൽ എനിക്കിതൊക്കെ കണ്ടാൽ മതി. പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എന്ന് കേട്ടോ അല്ലേ. അതുകൊണ്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു.
അല്ലെങ്കിലും ബീച്ചില്ലാതെ എന്താ ആഘോഷം. എനിക്ക് കോഴിക്കോട് ബീച്ച്, SM സ്ട്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒന്ന് മാസത്തിലൊരിക്കലെങ്കിലും എനിക്ക് അവിടെ പോകണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ ഞാൻ വരുന്നതന്നെ എന്താ ഈ ഉപ്പിലിട്ട് തിന്നാനും പിന്നെ കടലിൽ ചാടിക്കളിക്കാനും. ഇപ്പോൾ ബീച്ചിൽ സ്റ്റാളുകളൊക്കെ ഇതായി നമുക്ക് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബീച്ച് അതുകൊണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു കടയൊക്കെ കാണുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നല്ലത്. കാരണം ആളുകൾ കഴിച്ചിട്ട് വേസ്റ്റൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുമല്ലോ. ഇപ്പോൾ ബിന്നെ തന്നെ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ വരുന്നു ഇവരോടൊന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടെങ്കിലും എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കായിരിക്കും. പിന്നെ നമ്മൾ കഴിച്ചത് ഉപ്പിലിട്ട കൈതച്ചക്ക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ആ അച്ചാറില്ലേ, അച്ചാറല്ല ആ മുളക് വെള്ളം അതും കൂടി കൂട്ടി കഴിക്കാം. അതിനിടയിൽ നമ്മുടെ അഞ്ജലീനെ ഏതോ ഒരു വ്ളോഗർ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത് കണ്ടു കേട്ടോ. അവളോട് ഇങ്ങനെ സ്റ്റാളുകൾ ക്രമീകരിച്ചത് നല്ലതാണോ അതോ മുന്നത്തതായിരുന്നോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അഞ്ജലി അല്ലേ മോള്, കിട്ടിയ ജൻസിന് അവൾ ഘോരഘോരമായി പ്രസംഗിക്കുന്നത് കേട്ടു. ഇനി വാ കടലിന് അടുത്തുനിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഇതേ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഞങ്ങൾ വിടുമോ, ഞങ്ങൾ ചേട്ടനെ കൊണ്ട് 3-4 ഫോട്ടോസ് എടുപ്പിച്ചു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇതൊരു നല്ല കാര്യം തന്നെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചേട്ടൻ ദാ അപ്പം തന്നെ ഫോട്ടോ തന്നു. ഇൻസ്റ്റൻറ്റ് ഫോട്ടോ റെഡി. ദേ അഞ്ജലി വന്നു, ദിൽഷത്ത വന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. മുടിയൊക്കെ പറന്ന് കളിക്കുന്നതിനെ കൊണ്ട് നല്ല മുടി പറത്തിയ അടിപൊളി ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ വീണ്ടും കുറേ അതിലേക്ക് നടന്നു. കടൽ ഒരുപാട് ഉൾവലിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് സങ്കടമായി. തീരെ അങ്ങനെ ഒരുപാട് വരുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ കടലിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചാടി മറിഞ്ഞ് കളിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ മുക്കാലും നനയാറുണ്ട്. നിച്ചുമോനെ കൊണ്ടുവരുന്ന സമയത്ത് അവനൊരു ട്രൗസർ ഞാൻ എപ്പോഴും എക്സ്ട്രാ എടുക്കാറുണ്ട്. പിന്നെയും നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ നടന്നു കേട്ടോ. പിന്നെ അവിടെ ബോട്ടിൽ റൈഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ തീരുമാനം മാറ്റി. നല്ല പൊരിവേലായിരുന്നു. എന്നാലും ഞങ്ങൾ കഥേൻ്റെ ഇടയിൽ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കണ്ടോ, ഇവിടുന്ന് ഇപ്പം നോക്കുമ്പോൾ കടലിനെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ തിരിയില്ലായിട്ട് അത്ര ഭംഗിയൊന്നുമില്ല. എനിക്ക് സങ്കടമായി. ഈ ബലൂണിൻ്റെ ഇത് കണ്ടോ, അവരില്ലേ നേരത്തെ ശക്തമായ കാറ്റടിച്ചപ്പോൾ അവർ അത് ശക്തിയായിട്ട് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് പറന്നു പോകാൻ തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഗൈസ്. പക്ഷേ ഓൺ ചെയ്തില്ല. വീഡിയോ ഓണാക്കാണ്ടാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെയുണ്ട്. ഞാൻ സൂപ്പറല്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോകാൻ വിചാരിച്ചു. അങ്ങനെ ഒന്ന് പോകാൻ പറ്റുമോ? ബീച്ചിൽ വന്നിട്ട് ഒരു കാടമുട്ടയും ചായയും കുടിക്കാണ്ട് പോകാൻ പറ്റുമോ? തിന്നാനായി പോയി. നേരത്തെ നിങ്ങളെൻ്റെ വോയിസ് കേട്ടോണ്ടിരുന്നത് ആ കടലിൻ്റെ ആ കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ. നല്ല കാറ്റായിരുന്നു. പിന്നെ ഞാനും അഞ്ജലിയും കൂടെ ഇതേ ഇങ്ങനെ നടന്നു. മുടിയൊക്കെ ഞാൻ വലിച്ച് കെട്ടി പറന്ന ഒരു കോലായിരുന്നു. പിന്നെ അതായത് നമ്മൾ ചായ കുടിക്കാനായി നടന്നു. അങ്ങനെ ചായക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ഇതാ ഇവിടെ ഇവർ കാടമുട്ടയൊക്കെ നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ നിമിഷം കഴിയുമ്പോൾ ഇതിപ്പോൾ തീർന്നു പോകല്ലോ എന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉള്ളിൽ. എന്ത് തീർന്നു പോകുന്നു, മുട്ട തീർന്നു പോകുന്നല്ല, ഈ ദിവസം അപ്പോൾ തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച്. നോക്ക് എൻ്റെ പൂക്കി ക്ലിപ്പ് ഞാൻ തലയിൽ കുടുക്കി. വാങ്ങിയത് നന്നായി. അങ്ങനെ ഇതാ ചേട്ടൻ ചായ അടിച്ചു തരുന്നുണ്ടായിരുന്നു. നല്ല ചായയായിരുന്നു, എനിക്കിഷ്ടമായി. ആദ്യം ഞാൻ ചായ വേണ്ടാന്നൊക്കെ വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തു. പക്ഷേ പിന്നെ ഞാൻ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാടമുട്ട എന്ന് പറഞ്ഞിട്ട് എനിക്കതിനോട് വലിയ ക്രേസൊന്നുമില്ല കേട്ടോ. ഞാൻ കോഴിമുട്ട പോലും കഴിക്കാത്ത ആളാണ്. പിന്നെയാണ് കാടമുട്ട. എന്താ വെച്ചാൽ ഞാൻ കാടമുട്ട കഴിക്കും. അങ്ങനെ ഞാൻ ഒരു കാടമുട്ട എന്തോ കഴിച്ചു. പിന്നെ ഇവിടുത്തെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെന്തായിരുന്നു കടുക്ക, അങ്ങനെ എന്തൊക്കെ ഐറ്റംസൊക്കെ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും കഴിച്ചില്ല. ഞാൻ എല്ലാ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്ക് അതിനോടൊന്നും വലിയ ക്രേസില്ല. ദേ നമ്മുടെ ചായ വന്നു. വാവ്, ടേസ്റ്റി ചായ ആയിരുന്നു. പിന്നെ ഇതാ കടമുട്ട. ഇത് കാണുമ്പോൾ തിന്നാനൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇപ്പം കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയൊന്നുമില്ല കേട്ടോ. ഇതിലെനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇതിൻ്റെ മുകളിൽ അവിടെ ഒരു സ്റ്റിക്ക് തരുന്നില്ലേ. ഈ സ്റ്റിക്കുള്ളതിനെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം, കൈ നനയാതെ കഴിക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ച് കടലൊക്കെ നോക്കി അങ്ങനെ അടിച്ച് പൊളിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഈ ഒരു ടൈം ഭയങ്കര റിലാക്സിങ് ആണ്. നമ്മളിങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു എന്നാകുമ്പോൾ നമുക്ക് ശരിക്കും ഭ്രാന്തെടുക്കൂലേ. എന്തോരം പ്രശ്നങ്ങളാണ് ലൈഫിൽ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. അതിനിടയിൽ ഇങ്ങനൊരു ഹാങ് ഔട്ടൊക്കെ പോയി കഴിഞ്ഞാൽ
അത് സൂപ്പറായിരിക്കും കേട്ടോ. അത് നമുക്ക് ടെൻഷൻ ഫ്രീ തരും, നല്ലൊരു റിലാക്സേഷനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സം പീപ്പിൾസ് ആർ ഹ്യൂമൻ മെഡിസിൻസ്. അങ്ങനെ എൻ്റെ ഹ്യൂമൻ മെഡിസിൻസാണ് ഇവർ മാത്രമല്ല, ഇനിയും എനിക്ക് കുറേ മെഡിസിൻസ് ഉണ്ട്. അതെ, ഞാൻ ഒരുപാട് മെഡിസിൻ എടുക്കുന്ന ആളാണ്. എൻ്റെ വേറെ ഗ്യാങ്ങിനെയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ സമയം 3:10, നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. 3:35 പ്രണവം സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. കേരളം ഇഷ്ടമാണ് സഞ്ചാരികൾക്ക്, പിണറായി വിജയൻ. നമ്മളിതേ ഒരു ഓട്ടോയിൽ കയറി അങ്ങോട്ട് വിട്ടു പുതിയ സ്റ്റാൻഡിലേക്ക്. അവർക്ക് KSRTC. എൻ്റെ നാവിനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ പറയും നാവ് വടിക്കേറ്റാൻ. അയ്യടാ, ഞാൻ 2 നേരം പല്ലും തേക്കും, നാവ് വടിക്കും. അങ്ങനെ നമ്മൾ ഇതാ പോവുകയാണ്, പുതിയ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചേട്ടൻ്റെ മൊട്ടത്തലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ചേച്ചിമാരുടെ മടിയിലാണ് ഇരിക്കുന്നത് ഗൈസ്. 4 ആളെ ഇവർ കയറ്റത്തില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് അടുക്കും തോറും എൻ്റെ നെഞ്ചിന്ന് എന്തൊക്കെയോ ഒരു പ്രശ്നം. നിങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനെ? ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഇനി ഈ ദിൽഷത്താനൊക്കെ ഞാൻ എന്നാ കാണുക? ഈ അഞ്ജലിനെയും ബിഞ്ചച്ചനെയൊക്കെ ഡെയിലി കാണാം കേട്ടോ. എന്നാലും ഇങ്ങനെ പോകാൻ പറ്റുമോ? നമുക്ക് ഡ്യൂട്ടിയല്ലേ. ഇങ്ങനെ പുറത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക. പുറത്തെനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ എപ്പോഴും പറ്റും. എനിക്കങ്ങനെ ഒരു ഹാങ് ഔട്ട് ഗ്യാങ് തന്നെ ഉണ്ട് ഗൈസ്. പക്ഷേ അല്ലേ, ഇതല്ല, വല്ലാത്തൊരു വിഷമം. ഒരു ഫാമിലിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിങ്ങൊക്കെ. ഓരോ സമയം ഞാൻ വിചാരിക്കുക, പുതിയ സ്റ്റാൻഡിലേക്കുള്ള ദൂരം കൂടണേ. ഈ റോഡിന് ചിലപ്പോൾ നീളം വെക്കുവാവോ. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞു പോയി. വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ, ഇങ്ങനൊരു നല്ല ദിവസം കിട്ടിയാനും. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.